സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങാനുള്ളത് ഈ ഒരു ഹെഡിങ്, ഇയേർലി റെസിസ്റ്റൻസസ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകളെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ പിന്നെ നമുക്ക് കാണാൻ പറ്റിയൊരു ബോക്സും അതേപോലെ താഴെ ഒരു പാരഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിന്റെ ഹെഡിങ് നമുക്ക് നോക്കാം. എക്സെപ്റ്റ്സ് ഫ്രം ദി കുണ്ടറ പ്രൊക്ലമേഷൻ ബൈ വേലുതമ്പി ദളവ. അതായത് വേലുതമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന് അങ്ങനൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്നും തന്നെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. അത് നമുക്ക് പറഞ്ഞ് ക്ലാസ് തുടങ്ങിയ ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് വന്ന് ഈ ഒരു ബോക്സ് നമുക്ക് വായിച്ചു നോക്കാം. ഇപ്പം നമ്മളത് വായിക്കുന്നില്ല. ഓക്കെ, അതേപോലെ താഴെയുള്ള ഈ ഒരു പാരഗ്രാഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വിട്ട് നേരെ എന്ത് ചെയ്യാൻ പോവാണ്, നേരെ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡിങ് ഒന്നുകൂടി നോക്കാം. ഇയേർലി റെസിസ്റ്റൻസസ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിൽ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകളാണ് പറയാൻ പോകുന്നത്. ആ ചെറുത്തുനിൽപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് പഴശ്ശി റിവോൾട്ട്സ്. ഓക്കെ, പഴശ്ശി കലാപങ്ങൾ, പഴശ്ശി റിവോൾട്ട്സ്. പഴശ്ശി കലാപം എന്ന് പറയുമ്പോൾ കുറേ പേരെങ്കിലും പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള പല കഥാപാത്രങ്ങളും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്നത് പിന്നെ കുറച്ച് എളുപ്പമായിരിക്കും. അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് കുറച്ച് എളുപ്പത്തിൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ഇടതുഭാഗത്തൊരു ബോക്സ് കാണാം, ലയൺ ഓഫ് കേരള. പഴശ്ശിരാജ എങ്ങനെയും അറിയപ്പെടുന്നുണ്ട്, കേരള സിംഹം എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിളിച്ചതാരാണ്? സർദാർ KM പണിക്കർ. ഓക്കെ, സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ ലയൺ ഓഫ് കേരള, കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അതേപോലെ ഇവിടെ കാണാൻ പറ്റും പൈച്ചി രാജ, ഓക്കെ, കൊട്ടിയോട്ട് രാജ, ഇങ്ങനെ പല പേരുകളിൽ ബ്രിട്ടീഷ് ഡോക്യുമെന്റ്സിൽ ആരറിയപ്പെടുന്നുണ്ട്? പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ആണ്, നമ്മൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കുന്നില്ല. എനിവേ, പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കലാപത്തിലേക്ക് നമുക്ക് കടക്കാം. കേരള വർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ലെഡ് ദി റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ മലബാർ. ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ, ചൂഷണങ്ങൾക്കെതിരെ മലബാറിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ദി ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി. ഈ കലാപത്തിനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ കലാപം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് നോക്കണം. 2 കാരണങ്ങളാണ്. ഓക്കെ, 2 കാരണങ്ങളാണ് നമുക്ക്, 2 പോയിന്റ്സ് നമുക്ക് ഓർക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തെ കാരണം, ദി ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദി റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം കോട്ടയം റീജിയൻ ആസ് എ റിവാർഡ് ഫോർ ഹെൽപ്പിംഗ് ദം ഇൻ ദി വാർസ് അഗൈൻസ്റ്റ് മൈസൂർ. അതായത് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്ത് വാക്കാണ്? മൈസൂർ രാജാക്കന്മാരെ പരാജയപ്പെടുത്താൻ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ. ഓക്കെ, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജ സഹായിക്കുകയാണെങ്കിൽ പകരം ടിപ്പുവിനെ പരാജയപ്പെടുത്തിയ ശേഷം ഈ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം, അധികാരം പഴശ്ശിക്ക് നൽകാം എന്നൊരു വാക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ അതിന്റെ പേരിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അതിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ശ്രീരംഗപട്ടണം ട്രീറ്റി ഓഫ് 1792. ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ്. ആ കരാർ പ്രകാരമാണ് മലബാർ എന്തായത്? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വന്നത്. അപ്പൊ അതിനുള്ള ഒരു കാരണം ആരാ? പഴശ്ശിരാജയുടെ ഒരു സഹായം ഇക്കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സഹായിച്ചതിന് പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർ തിരിച്ചു നൽകിയ ഓഫർ എന്തായിരുന്നു? ദി ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദി റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം കോട്ടയം റീജിയൻ. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിക്ക് നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാക്കുകൊടുത്തു. പക്ഷേ ദി ബ്രിട്ടീഷ് റിഫ്യൂസ്ഡ് ടു കീപ് ദയർ പ്രോമിസ് ആഫ്റ്റർ ദി ട്രയംഫ് ഇൻ ദി ബാറ്റിൽ.
യുദ്ധം വിജയിച്ചപ്പോൾ, ടിപ്പുവിനെ പരാജയപ്പെടുത്തിയപ്പോൾ ബ്രിട്ടീഷുകാർ ആ പ്രോമിസ് പാലിച്ചില്ല. ബ്രിട്ടീഷുകാർ ആ വാക്ക് പാലിച്ചില്ല. അതാണ് ഒന്നാമത്തെ കാരണം. പഴശ്ശി കലാപത്തിനിറങ്ങാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. ഇനി രണ്ടാമത്തെ കാരണം, മോറോവർ ദി ബ്രിട്ടീഷ് ക്ലെയിംഡ് ദയർ ഡോമിനൻസ് ഓവർ വയനാട്. രണ്ടാമത്തെ കാരണം, വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. പഴശ്ശിക്ക് നേരത്തെ പറഞ്ഞ ഒരു ഓഫർ നൽകിയില്ല എന്ന് മാത്രമല്ല, വയനാട് പ്രദേശം കൂടി ബ്രിട്ടീഷുകാർക്ക് വേണം എന്ന നിലപാടിലേക്ക് ബ്രിട്ടീഷുകാർ വന്നു. ഈ രണ്ട് കാരണങ്ങളാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്താനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പൊ രണ്ടും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഇവിടെ പറഞ്ഞ അതേ അച്ചടി ഭാഷ വേണ്ട, നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക. രണ്ടാമത്തെ കാരണം ഒന്നുകൂടി നോക്കാം. ദി ബ്രിട്ടീഷ് ക്ലെയിംഡ് ദയർ ഡോമിനൻസ് ഓവർ വയനാട്. വയനാടിന് മേൽ കൂടി ബ്രിട്ടീഷുകാർ അവരുടെ അവകാശവാദം ഉന്നയിച്ചു. ഓക്കെ, സോ പഴശ്ശി രാജ ഓർഗനൈസ്ഡ് ദി പീപ്പിൾ ആൻഡ് ഫോട്ട് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ പോരാട്ടം ആരംഭിച്ചു. ആൻഡ് ഹി അൺലീഷ്ഡ് ഗറില്ല വാർ അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചന കുങ്കൻ നായർ, തലക്കൽ ചന്തു, ദി ലീഡർ ഓഫ് കുറിച്യാസ് ഇൻ വയനാട്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ സ്വീകരിച്ചിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല വാർ ആണ്. ഗറില്ല വാർ എന്ന് പറയുമ്പോൾ ഒളിപ്പോര്, മലയാളത്തിൽ നമുക്ക് ഒളിപ്പോര് എന്ന് പറയാം. ഒളിപ്പോര് എന്ന് പറയുമ്പോൾ എന്താ, ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് യുദ്ധം ചെയ്താൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കൂല. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങൾ, അക്കാലത്തുള്ള അത്യാധുനിക ആയുധങ്ങൾ, പീരങ്കിയും തോക്കും എല്ലാം ഉണ്ട്. എന്നാൽ പഴശ്ശിയുടെ സൈന്യത്തിൽ കൂടുതലും ആരാണ്? ആദിവാസികളാണ്, കുറിച്യന്മാരാണ്. അവരുടെ കയ്യിൽ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് ഏറ്റുമുട്ടാൻ തക്ക ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാടിനെ ഒരു മറയാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ അവർ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ കാട്ടിൽ ഒളിച്ചിരുന്നു കൊണ്ട് പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു രീതി, വിഷം പുരട്ടിയ അമ്പുകളൊക്കെ ആയിട്ട് ആ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ആക്രമണ രീതികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ഗറില വാർ ആയിരുന്നു, ഒളിപ്പോരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ സ്വീകരിച്ചത്. ഇതിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സമരത്തിൽ, ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചന കുങ്കൻ നായർ, അദ്ദേഹത്തിന്റെ പടത്തലവനായിരുന്നു എടച്ചന കുങ്കൻ നായർ. അതേപോലെ തലക്കൽ ചന്തു. തലക്കൽ ചന്തു ആരാ? ദി ലീഡർ ഓഫ് കുറിച്യാസ് ഇൻ വയനാട്. വയനാട്ടിലെ കുറിച്യ ഗോത്രത്തിന്റെ തലവനായിരുന്നു, കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതാവായിരുന്നു ആര്? ഈ തലക്കൽ ചന്തു. അതെല്ലാം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയായിരുന്നു ഈ പോരാട്ടത്തിൽ പഴശ്ശിയുടെ ശക്തി എന്ന് പറയുന്നത്. ഏതായാലും അവസാനം ഇൻ ദി ഫൈറ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് he was assaulted his life on 30th November 1805. 1805 നവംബർ 30 പഴശ്ശിരാജ അവസാനം കൊല്ലപ്പെട്ടു. അതിലും രണ്ട് അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതാണ്. ബ്രിട്ടീഷുകാർ പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ തന്റെ വജ്രമോതിരം വിഴുങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അതേപോലെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരണപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ മരണം രേഖപ്പെടുത്തിയത് ഈ ഒരു ഡേറ്റിലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഓൺ 30th November 1805. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടം അവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത് വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ചൻ. അപ്പോൾ പഴശ്ശിരാജ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും വലിയൊരു ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ബ്രിട്ടീഷുകാർ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും അവരുടെ നിയന്ത്രണത്തിലാക്കി. അപ്പൊ മലബാറിന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൊച്ചിയും തിരുവിതാംകൂറും, ഈ രണ്ട് പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടന്നത് മലബാറിലാണ്. കാരണം ബ്രിട്ടീഷുകാർ മലബാറിലാണ് ഡയറക്റ്റ് റൂൾ, അവരുടെ നേരിട്ടുള്ള ഭരണം നടത്തിയത്. കൊച്ചിയിലും തിരുവിതാംകൂറിലും ഇൻഡയറക്റ്റ് റൂൾ ആയിരുന്നു, പരോക്ഷ ഭരണമാണ് നടത്തിയത്, നേരിട്ട് ഭരണം നടത്തിയിട്ടില്ല. അവരുടെ റെസിഡന്റുമാർ മുഖേനയാണ് ഭരണം നടത്തിയത്. എങ്കിലും അവിടെയും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് കലാപം, അങ്ങനെയുള്ളൊരു കലാപത്തെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഹെഡിങ് നോക്കുക, വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ചൻ. വേലുത്തമ്പിയും പാലിയത്തച്ചനും. ഓക്കെ, വേലുത്തമ്പി ദളവ, അതേപോലെ പാലിയത്തച്ചൻ. ഈ രണ്ട് പേര് ആരാന്നുള്ളത് നമുക്ക് നോക്കാം. വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ചൻ, the Diwans reacted against the uncontrolled intervention of the British in the internal affairs of Travancore and Kochi respectively. പഴശ്ശിരാജയുടെ കലാപത്തിന് രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാൽ വേലുത്തമ്പിയും പാലിയത്തച്ചനും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തിന്
ഒരൊറ്റ കാരണം മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, വേലുത്തമ്പി എന്ന് പറയുന്നത് ട്രാവൻകൂറിലെ ദിവാനായിരുന്നു. അതേപോലെ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ ദിവാനായിരുന്നു. അച്ഛൻ പാലിയത്തച്ഛൻ കൊച്ചിയിലെ ദിവാനും വേലുത്തമ്പി ദളവ ട്രാവൻകൂറിലെ തിരുവിതാംകൂറിലെ ദിവാനുമായിരുന്നു. ദിവാൻ എന്ന് പറയുമ്പോൾ അന്നത്തെ രാജാവല്ല, മന്ത്രിമാർക്ക് തുല്യമായിട്ടുള്ള പദവിയാണ്. ഓക്കെ, പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ള, രാജാവിന് കീഴിലെ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണ് ദിവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവാൻമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള കലാപത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ കലാപത്തിനുള്ള കാരണം ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് പഠിക്കുന്നത്. അപ്പൊ ആ കലാപത്തിനുള്ള കാരണം കൂടി നമുക്ക് നോക്കണം. ഇവിടെ പറയുന്നു, they reacted or they protested against the uncontrolled intervention of the British in the internal affairs of Travancore and Kochi respectively. അതായത് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ഇന്റേണൽ അഫയേഴ്സിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അനിയന്ത്രിതമായിട്ട് ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെയാണ് കലാപം നടത്തിയത്. ശ്രദ്ധിക്കണേ, against the uncontrolled intervention of the British in the internal affairs of Travancore and Kochi. കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായിട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെയാണ് ഈ രണ്ട് ദിവാൻമാരും കലാപം നടത്തിയത്. വേലുത്തമ്പി called for armed fight against the British through his Kundara proclamation on 11th January 1809. ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കേരള ചരിത്രത്തിലെ തന്നെ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് 1809 ജനുവരി 11 1809 കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം. എന്താ സംഭവം? വേലുത്തമ്പി called for armed fight against the British through his കുണ്ടറ പ്രൊക്ലമേഷൻ. അതായത് കുണ്ടറ പ്രൊക്ലമേഷന്റെ മലയാളം എന്താ? കുണ്ടറ വിളംബരം. വിളംബരം ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ഒരു വലിയ ഒരു അറിയിപ്പ്, ജനങ്ങൾക്ക് ഒരു വലിയ അറിയിപ്പ് നൽകുകയാണ്, ഒരു ആവശ്യം ജനങ്ങളോട് ഉന്നയിക്കുകയാണ്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേണ്ടി ദിവാനായ വേലുത്തമ്പി തൻ്റെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് കുണ്ടറ പ്രൊക്ലമേഷൻ. അതിലെ വരികളാണ് നമ്മൾ എന്ത് ചെയ്തത്? നേരത്തെ സ്കിപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടുകളഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സേർട്ട് ഫ്രം ദി കുണ്ടറ പ്രൊക്ലമേഷൻ ബൈ വേലുത്തമ്പി ദളവ. അപ്പൊ നമ്മൾ സമയക്കുറവ് കാരണം നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിന്റെ ഇംഗ്ലീഷ് വായിച്ച് വീണ്ടും അതിന്റെ മലയാളം അർത്ഥം പറഞ്ഞു പോവാതെ മലയാളം മാത്രമായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ, ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന്, അതായത് അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യാം, അതിന്റെ മലയാളം ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യാം, എന്നിട്ട് ഒന്ന് വായിക്കാം. അതാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അത് കണ്ടുകൊണ്ട് വായിക്കുമ്പോൾ, സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഓഡിയോ കേൾക്കുമ്പോൾ, വോയിസ് കേൾക്കുമ്പോൾ ഒന്നും കൂടി അത് മനസ്സ് പതിയും ചെയ്യും. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വായിക്കാം. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്നും. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും. രാജാവിൻ്റെയും അഭിജാത വർഗത്തിൻ്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും ഫലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. അവലംബം കൃഷ്ണ ചൈതന്യ, കേരളം, പേജ് 51. ഓക്കെ, ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തതെന്നാണ് താഴെ പറയുന്നത്. അപ്പൊ നമ്മൾ വേലുത്തമ്പി ദളവയുടെ ഒരു ആഹ്വാനം കണ്ടു. ജനങ്ങളോട് ഇങ്ങനെ ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിച്ച് അവരെ ആവേശഭരിതരാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ജനങ്ങളോട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനമാണ് കുണ്ടറ പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് മടങ്ങാം. ശരി, അപ്പോൾ കുണ്ടറ പ്രൊക്ലമേഷന്റെ ഒരു ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടി പറയാം, ഏതാണ്? ഓൺ 11th January 1809. The armies of Travancore and Kochi jointly attacked the official residence of British President Macaulay.
ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇൻഡയറക്റ്റ് റൂള് നടത്തിയിട്ടുള്ള, അതായത് പരോക്ഷ ഭരണം. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് റൂളായിരുന്നു നമ്മൾ പറഞ്ഞു, എന്നാൽ കൊച്ചിയും ട്രാവൻകൂറും ഇൻഡയറക്റ്റ് റൂളായിരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് റൂള് നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു പ്രതിനിധിയെ നിയമിക്കും. ആ ബ്രിട്ടീഷുകാരുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ല ബ്രിട്ടീഷുകാരുടെ ആ ഒരു പ്രതിനിധിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡന്റ്. ഓക്കെ, വ്യക്തിയുടെ പേരല്ല, ആ ഒരു പദവിയുടെ പേരാണ്. നമ്മൾ ഗവർണർ എന്നൊക്കെ പറയും പോലെ ഒരു പൊസിഷന്റെ പേരാണ് റെസിഡന്റ്. അപ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റ് ആയ മെക്കാളെയുടെ ഔദ്യോഗിക വസതി ആരാക്രമിച്ചു? തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം, അതായത് വേലുതമ്പിയുടെയും അതേപോലെ പാലിയത്തച്ഛന്റെയും സംയുക്ത സൈന്യം പിന്നെ റെസിഡന്റ് ആയിട്ടുള്ള മെക്കാളയുടെ വസതി ആക്രമിച്ചു. പക്ഷേ ദേ കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദി ബ്രിട്ടീഷ് ആർമി. പക്ഷെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിന് മുന്നിൽ ഒരുപാട് പിടിച്ചു നിൽക്കാൻ ആർക്ക് സാധിച്ചില്ല? ഈ രണ്ടു കൂട്ടർക്കും സാധിച്ചില്ല. റിയലൈസിംഗ് ദാറ്റ് he would be captured, Veluthambi committed suicide at the Mannadi temple. അങ്ങനെ അവസാനം താൻ ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിലാവും എന്ന ഘട്ടം വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ തന്നെ പിടികൂടും എന്ന ഘട്ടം വന്നപ്പോൾ അവസാനം വേലുതമ്പി എന്ത് ചെയ്തു? വേലുതമ്പി മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. Okay, the frantic British army hanged his body at Kannanmoola, Thiruvananthapuram, and deported Paliyathachen to Madras. Okay. അപ്പോൾ ആത്മഹത്യ ചെയ്തു ആര്? വേലുതമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. പക്ഷേ ദേഷ്യം തീരാത്ത, അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വേലുതമ്പി ദളവയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ കെട്ടിത്തൂക്കി, ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ബ്രിട്ടീഷുകാർ ചെയ്തു. പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ആ പ്രക്ഷോഭവും എന്തായി? അവസാനിച്ചു. ഓക്കെ, so fights of local chieftains against the British came to an end by the defeat of പഴശ്ശി, വേലുതമ്പി and പാലിയത്തച്ഛൻ. അതായത് പഴശ്ശിരാജ, വേലുതമ്പി, പാലിയത്തച്ഛൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പരാജയത്തോടെ ബ്രിട്ടീഷുകാരോടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നാടുവാഴികളുടെ, രാജാക്കന്മാരുടെയൊക്കെ എതിർപ്പ് അവസാനിച്ചു, അതോടെ അവസാനിച്ചു. ബട്ട് ദി പോപ്പുലർ റെസിസ്റ്റൻസ് കണ്ടിന്യൂഡ്. ഓക്കെ, നാടുവാഴികളുടെ, ഭരണാധികാരികളുടെ ചെറുത്തുനിൽപ്പുകളെ അവസാനിച്ചിട്ടുള്ളൂ. അവസാനിച്ചില്ല? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജനകീയ കലാപങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ജനകീയ കലാപങ്ങൾ, ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ കലാപങ്ങൾ വീണ്ടും തുടർന്നു പോന്നു. ഓക്കെ, അതിൽപ്പെട്ടതാണ് നമ്മൾ പിന്നെ മുൻപൊരു അദ്ദേഹത്തിൽ പഠിച്ചിട്ടുള്ള മലബാർ റെബല്യൻ ഒക്കെ. മലബാർ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ള മലബാർ കലാപം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ കേരള ബിക്കംസ് എ പാർട്ട് ഓഫ് വേൾഡ് മാർക്കറ്റ്. അങ്ങനെ കേരളം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കേരളം എന്തായി? കേരള ബിക്കംസ് എ പാർട്ട് ഓഫ് വേൾഡ് മാർക്കറ്റ്. ലോകത്തെമ്പാടും കച്ചവട ബന്ധങ്ങളുള്ള വലിയ വിശാലമായ സാമ്രാജ്യമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം. എല്ലായിടത്തും അവർക്ക് കോളനികളുണ്ട്. അപ്പൊ ആ ബ്രിട്ടന്റെ കീഴിൽ നമ്മുടെ കേരളം വന്നപ്പോൾ കേരളവും എന്തായി? ലോക കമ്പോളത്തിന്റെ, വേൾഡ് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് മാറി. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല ഈ ഒരു ഹെഡിങ്ങിന് താഴെ വരുന്നത്, എങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. Taking up the administrative control, the British could gain Kerala merchandises at cheap price and sell out their industrial products at high prices. അതായത് എല്ലാ സ്ഥലത്തും ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ കേരളം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ തുച്ഛമായ വിലക്ക് കൊണ്ടുപോവുകയും അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ വിലക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്തു. With this, Kerala's self-sufficient village economy was destroyed. അതിന്റെ ഒരു ഫലം എന്തായിരുന്നു? കേരളത്തിന്റെ സെൽഫ് സഫിഷ്യന്റ് ആയിരുന്ന, സ്വയം പര്യാപ്തമായിരുന്ന നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയൊക്കെ തകർന്നടിഞ്ഞു, അത് തരിപ്പണമായി. Foreign trade spread across the region under the rule of British and Kerala became a part of world market. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരമൊക്കെ വൻതോതിൽ വർദ്ധിക്കുകയും നമ്മുടെ കേരളം പിന്നെ വേൾഡ് മാർക്കറ്റിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അക്കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഐറ്റംസ്, എക്സ്പോർട്ട് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണ്, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഐറ്റംസ് എന്തൊക്കെയാണ്. പെട്ടെന്ന് വായിക്കാം. എക്സ്പോർട്ട് ചെയ്ത ഐറ്റംസ്, നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണ്? കോക്കനട്ട്, ജാഗറി, കാഷ്യൂനട്ട്, ബ്ലാക്ക് പെപ്പർ, അതേപോലെ അറക്കനട്ട്, അയൺ ഓർ. അല്ലെ, ഇതിൽ അർത്ഥം അറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. കോക്കനട്ട് അറിയാം, ജാഗറി എന്ന് പറയുമ്പോൾ ശർക്കരയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ കാഷ്യൂനട്ട് കശുവണ്ടി, അതേപോലെ കുരുമുളക്. അറക്കനട്ട് മീൻസ് അടക്കയാണ്. അയൺ ഓർ എന്ന് പറയുമ്പോൾ ഇരുമ്പിന്റെ അയിരാണ്.
ഇരുമ്പയിര്. ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണ്? ക്ലോത്ത്, തുണിത്തരങ്ങൾ, കെറോസിൻ, മണ്ണെണ്ണ, ടുബാക്കോ, പുകയില, ഷുഗർ, പഞ്ചസാര, മെറ്റൽ പ്രോഡക്ട്സ്, ലോഹം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ, മെറ്റൽസ്, ഓക്കെ, അങ്ങനെയുള്ള യന്ത്ര സാമഗ്രികളും സാധനങ്ങളൊക്കെയാണ്. അലുമിനിയം പാത്രങ്ങളും അങ്ങനെയുള്ള ലോഹത്തിന്റെ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പൊ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. The trade laws that existed in Malabar, Kochi and Travancore were amended by the British in their favor. മറ്റൊരു മാറ്റം അവർ കേരളത്തിൽ ഉണ്ടാക്കിയ എന്താണ്? കേരളത്തിലുണ്ടായിരുന്ന കച്ചവട നിയമങ്ങളൊക്കെ, ട്രേഡ് ലോസ്, കച്ചവട നിയമങ്ങളൊക്കെ, അത് മലബാറിലും കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ പല രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം മൂന്നും പ്രത്യേക ഭരണ മേഖലകളായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പല രൂപത്തിലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? മലബാറിലും കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ ഉണ്ടായിരുന്ന ട്രേഡ് ലോസ്, കച്ചവട നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തു ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട്, അല്ലെ, amended by the British in their favor. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ രൂപത്തിൽ കച്ചവട നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തു. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ്, ഈ ഒരു പാരഗ്രാഫ് നമ്മളൊന്ന് ബ്രാക്കറ്റിലാക്കി വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഈ മാർക്ക് ചെയ്തത് മുതൽ ഈ അവസാനം വരെ. ദേ ഇൻട്രൊഡ്യൂസ്ഡ് unified coinage and unified metrology system. രണ്ട് കാര്യങ്ങൾ പറയാണ്. ബ്രിട്ടീഷുകാർ എന്ത് കൊണ്ടുവന്നു? ദേ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫൈഡ് കോയിനേജ് ആൻഡ് മെട്രോളജി സിസ്റ്റംസ്. അതായത് അവര് ബ്രിട്ടീഷുകാർ നമ്മുടെ ഒരു നാണയ വ്യവസ്ഥയെ ഏകീകരിച്ചു. അതേപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായത്തെയും അവർ ഏകീകരിച്ചു. ഓക്കെ, നമ്മുടെ നാണയ വ്യവസ്ഥയെ അവർ ഏകീകരിച്ചു. ഓരോ നാട്ടിൽ ഓരോ രൂപത്തിലുള്ള സിസ്റ്റം മാറ്റിയിട്ട് ഒരു ഏകീകരിച്ച നാണയ വ്യവസ്ഥ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതേപോലെ ഒരു ഏകീകരിച്ച അളവ് തൂക്ക സമ്പ്രദായവും കേരളത്തിൽ മുഴുവനായിട്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതാണ് ഈ മെട്രോളജി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അളവ് തൂക്ക സമ്പ്രദായമൊക്കെ അവർ ഏകീകരിച്ചു. കൂട്ടത്തിൽ എന്ത് ചെയ്തു? റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് റെയിൽവേസ് വർ ബിൽറ്റ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. യാത്രാ സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് തീവണ്ടി, റെയിൽ പാളങ്ങളും അതേപോലെ തന്നെ റോഡുകളും പാലങ്ങളും ഒക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കുന്ന സമയത്ത് നിർമ്മിച്ച പല പാലങ്ങളും യാതൊരു കേടും കൂടാതെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുന്നുണ്ട്, പല ജില്ലകളിലുമുണ്ട്, പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിൽ. ഓക്കെ, പക്ഷെ ഇതൊക്കെ, ഈ പാലങ്ങളും റോഡുകളൊക്കെ എന്തിനു വേണ്ടിയാ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പിന്നെയോ, ടാർഗറ്റിംഗ് ദി ക്യാരേജ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ എളുപ്പത്തിൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, എന്തായാലും അതുകൊണ്ട് നമുക്ക് പിൽക്കാലത്ത് ഉപകാരമുണ്ടായി എന്നതാണ് സത്യം. ഫോർ ബെറ്റർ ട്രേഡ് ഫെസിലിറ്റീസ് ദേ ഡെവലപ്ഡ് ദി പോർട്സ് അറ്റ് കൊച്ചി, കോഴിക്കോട് ആൻഡ് ആലപ്പുഴ. ഓക്കെ, വീണ്ടും പറയുന്നു, അവരുടെ കച്ചവടം ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടി, ഒന്നുകൂടി മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ദേ ഡെവലപ്ഡ് ദി പോർട്സ് അറ്റ് കൊച്ചി, കോഴിക്കോട് ആൻഡ് ആലപ്പുഴ. കൊച്ചിയിലും കോഴിക്കോട്ടും ആലപ്പുഴയിലും ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരെന്ത് ചെയ്തു? അവിടേക്ക് തുറമുഖങ്ങൾ ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചു, അവരുടെ കച്ചവടം ഒന്നുകൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്, പരാമർശിച്ചത്. അടുത്ത ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ഹെഡിങ് കാണാം, ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ്. ഭൂബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട, ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരു വലിയ ഏരിയ പോലെ നമുക്ക് തോന്നുമെങ്കിലും ആകെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു നാല് പോയിന്റ്സേ നമുക്ക് ഇവിടെ ആകെ പഠിക്കാനുള്ളൂ. ഇവിടെ ഒരു 3 പോയിന്റ് പറയുന്നുണ്ട്, പ്ലസ് അതിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ. ഓക്കെ, ആ കാര്യങ്ങൾ ആകെ 4 സംഗതികൾ മാത്രം ഇവിടെ പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ്, ഭൂബന്ധങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. The British rule made drastic changes in the pattern of land ownership enjoyed by different sections of people in society. ബ്രിട്ടീഷുകാരുടെ ഭരണം ഭൂമിയുടെ മേൽ വിവിധ വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കൊക്കെയാണോ ഉണ്ടായിരുന്നത് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായി. Local chieftains and landlords were considered as the owners of land, and the tax they had to pay to the British was predetermined. എന്താ പറയുന്നത്? പ്രാദേശിക നാടുവാഴികളെ, അതേപോലെ ജന്മിമാരെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഭൂമിയുടെ ഉടമകളാക്കി കണക്കാക്കിയത്. അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി എന്ത് ചെയ്തു? അതേപോലെ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ്, പ്രാദേശിക നാടുവാഴികളും ജന്മിമാരും ഒക്കെ, അവരെയൊക്കെയാണ് they were considered as the owners of land, ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് ബ്രിട്ടീഷുകാർ അവരെയൊക്കെയാണ് കണക്കാക്കിയത്.
ആൻഡ് ദി ടാക്സ് ദേ ഹാഡ് ടു പേ ടു ദി ബ്രിട്ടീഷ് വാസ് പ്രീ ഡിറ്റർമൈൻഡ്. ഈ ആളുകൾ ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട നികുതി എന്ത് ചെയ്തു? മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ലോക്കൽ chieftains and landlords collected tax from the tenants in excess and evicted them. അപ്പൊ ഈ നികുതി ബ്രിട്ടീഷുകാർക്ക് ഈ ജന്മിമാരും നാടുവാഴികളും നൽകേണ്ട നികുതി അവരെങ്ങനെ കൊടുത്തത്? സാധാരണക്കാരായിട്ടുള്ള കുടിയാന്മാരായ കർഷകരിൽ നിന്നും അമിതമായ നികുതി ഈ നാടുവാഴികളും അതുപോലെ ജന്മിമാരും പിരിച്ചെടുത്ത് ആ നികുതിയാണ് അവർ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടെനൻസ് എന്ന് പറയുമ്പോൾ കുടിയാൻ എന്നാണ്. സ്വന്തമായിട്ട് കൃഷിഭൂമി ഇല്ലാത്ത മറ്റുള്ളവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകനെ നമ്മൾ ടെനന്റ് എന്ന് വിളിക്കുന്നത്, കുടിയാൻ. അപ്പൊ അങ്ങനെയുള്ള കുടിയാന്മാരിൽ നിന്നും അല്ലെങ്കിൽ കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ ജന്മിമാരും നാടുവാഴികളും ഒക്കെ ചെയ്തത്. ആസ് എ റിസൾട്ട് ലൈഫ് ഓഫ് ദി ടെനൻസ് ഇൻ മലബാർ became pathetic. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് മലബാറിലെ കർഷകരുടെ അവസ്ഥ, മലബാറിലെ കുടിയാന്മാരുടെ അവസ്ഥ എന്തായി? വളരെ പരിതാപകരമായി. അതിനെതിരെ മലബാറിലുണ്ടായിട്ടുള്ള കലാപമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മലബാർ റെബല്യൻ, മാപ്പിള റെബല്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന സംഭവം. റിമെമ്പർ ദി റിവോൾട്ട്സ് മെൻഷൻഡ് ഇൻ ദി പ്രീവിയസ് ചാപ്റ്റർ. ഓക്കെ, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ദി ടെനൻസ് ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദി ലാൻഡ് ബൈ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. അപ്പൊ ഇതുവരെ മാർക്ക് ചെയ്ത അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. ദി ടെനൻസ് ഇൻ മലബാർ ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദി ലാൻഡ് ബൈ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തു വെക്കാം. 1929 മലബാർ ടെനൻസ് ആക്ട്, മലബാർ കുടിയായ്മ നിയമം എന്ന് പറയാം. 1929 മലബാർ കുടിയായ്മ നിയമം. 1921 മലബാർ കലാപം നടക്കുന്നത്. അതിനുശേഷം വില്യം ലോഗൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ പറ്റി പഠിക്കാനൊക്കെ, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ആ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമം അവിടെ പാസ്സാക്കുന്നത്. മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929, മലബാർ കുടിയായ്മ നിയമം. ഈ നിയമത്തിന്റെ പ്രത്യേകത, ഈ ഒരു നിയമം വന്നതോടുകൂടി പേരിനെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും കുടിയാന്മാർക്ക് എന്ത് കിട്ടി? ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടി. ദി ടെനൻസ് ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദി ലാൻഡ് ബൈ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ഒരു നിയമം നിലവിൽ വന്നപ്പോൾ മലബാറിലെ കുടിയാന്മാർക്ക് ഭൂമിയുടെ മേൽ ചെറിയ തരത്തിലുള്ള ഉടമാവകാശം ലഭിച്ചു. അപ്പോൾ ഈ ഒരു വർഷം, ഈ ഒരു സംഭവം, ഈ ഒരു ആക്ട് ഓർത്തു വെക്കുക. It was based on the report of the William Logan Commission that was entrusted with inquiring about the Mappila uprisings. നമ്മൾ നേരത്തെ പറഞ്ഞു, മലബാർ കലാപത്തെ പറ്റി, മാപ്പിള കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ആ വില്യം ലോഗൻ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ടിന്റെ ബേസിലാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത്. എനിവേ, ആ ഒരു ഭാഗം മലബാറുമായി ബന്ധപ്പെട്ട ആ ഒരൊറ്റ പോയിന്റ് നമുക്കിവിടെ ഓർക്കാനുള്ളൂ. എനിവേ, അടുത്തത് ചേഞ്ചസ് ഇൻ, ഇവിടെ നമ്മുടെ ഹെഡിങ് ശ്രദ്ധിക്കുക, ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ് ഇൻ കേരളയാണ്. ഇൻ മലബാർ മാത്രമല്ല, ഇൻ കേരളയാണ്. അപ്പോൾ അവിടെ ഏതൊക്കെ വരും? മലബാർ, ട്രാവൻകൂർ, കൊച്ചി, മൂന്നും വരും. അപ്പൊ മലബാറിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് പഠിക്കാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ട്രാവൻകൂർ നമ്മൾ നോക്കുകയാണ്. ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ് സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ഫ്രം ദി ടൈം ഓഫ് മാർത്താണ്ഡവർമ്മ ഇറ്റ് സെൽഫ്. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലാൻഡ് ഓഫ് മാഡംബീസ്, അതായത് ഫ്യൂഡൽ ലോർഡ്സ്. മാഡംബി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആരാ? ഫ്യൂഡൽ ലോർഡ്സ് ആണ്. ജന്മിമാരെയാണ് നമ്മൾ മാഡംബിമാർ എന്നൊക്കെ വിളിക്കുന്നത്. സോ ലാൻഡ് ഓഫ് ദി മാഡംബീസ് വേർ കൺവേർട്ടഡ് ഇൻ ടു പണ്ടാരം വക. എന്താണ് ഈ പണ്ടാരം വക എന്ന് പറയുമ്പോൾ? അന്നത്തെ ലാംഗ്വേജ് ആണ്. പണ്ടാരം വക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് നമ്മൾ മുഴുവനായിട്ടൊന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്കേ ഭൂബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായ സംഭവം ഇപ്പൊ പറയുന്നത് എന്താണ് സംഭവം? ലാൻഡ് ഓഫ് മാഡംബീസ് ഓർ ലാൻഡ് ഓഫ് ഫ്യൂഡൽ ലോർഡ്സ് വർ കൺവേർട്ടഡ് ഇൻ ടു ഗവൺമെന്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഭൂപ്രഭുക്കന്മാരുടെ, ജന്മിമാരുടെയൊക്കെ ഭൂമി പിടിച്ചെടുത്ത് അതൊക്കെ സർക്കാർ ഭൂമിയാക്കി, സർക്കാരിന്റെ സ്വത്താക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ. Okay, so land of Madambis were converted into Pandaram Vaga or government property. Okay, Pandaram Vaga ഭൂമിയാക്കി അല്ലെങ്കിൽ സർക്കാർ ഭൂമിയാക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്ക് തന്നെ. The government of Travancore made a landmark proclamation in 1865 granting the tenants ownership of the lands they cultivated. It is known as
പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നേരത്തെ ചെയ്തതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. The government of Travancore made a landmark proclamation in 1865 granting the tenants ownership of the land they cultivated. 1865 തിരുവിതാംകൂർ ഗവൺമെന്റ്, തിരുവിതാംകൂർ പിന്നെ ഭരണാധികാരികൾ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താണ്. എന്താണ് ആ പ്രഖ്യാപനം? കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമാവകാശം ലഭ്യമാക്കുന്ന ഒരു നിയമം അവിടെ പാസ്സാക്കാണ്, അല്ലെങ്കിൽ ഒരു വിളംബരം അവിടെ പുറപ്പെടുവിക്കുകയാണ്. ആ വിളംബരത്തിന്റെ പേരാണ് 1865 സംഭവം. സോ 1865 പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം എവിടെയാണ്? ഇൻ ട്രാവൻകൂർ. അപ്പോൾ മലബാറിൽ നമ്മൾ പഠിച്ചു ഇൻ 1929 മലബാർ ടെനൻസ് ആക്ട്. In Travancore in 1865 പണ്ടാരപ്പാട്ട വിളംബരം. ഈ പണ്ടാരം എന്ന് പറയുമ്പോൾ എന്താണ് പണ്ടാരം? നമ്മൾ പറയാറുണ്ട്, ഒരു മോശം ലാംഗ്വേജ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കാതെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. പണ്ടാരം വക ഭൂമിയാക്കി മാറ്റി നമ്മൾ പറഞ്ഞു, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാക്കി മാറ്റി എന്ന് പറഞ്ഞു. സോ പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊക്ലമേഷനിലൂടെ, ഈ ഒരു വിളംബരത്തിലൂടെ ട്രാവൻകൂറിലെ കുടിയാന്മാർക്ക്, ടെനൻസിന് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഓണർഷിപ്പ്, ഉടമാവകാശം കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ട്രാവൻകൂറിൽ നമുക്ക് മറ്റൊരു പോയിന്റും കൂടി പഠിക്കാനുണ്ട്. ദി ജന്മി കുടിയാൻ ആക്ട് ഓഫ് 1896 ദാറ്റ് ഓൾസോ ഗ്രാന്റഡ് ലാൻഡ് ഓണർഷിപ്പ് ടു ദി ടെനൻസ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ കുടിയാന്മാർക്ക്, ടെനൻസിന് ഭൂമിയുടെ മേൽ ഉടമാവകാശം കിട്ടാൻ കാരണമായ ഒരു നിയമമാണ് ജന്മി കുടിയാൻ ആക്ട് ഓഫ് 1896. അപ്പൊ ട്രാവൻകൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1896 ജന്മി കുടിയാൻ ആക്ട്. അപ്പോൾ മലബാർ കഴിഞ്ഞു, ട്രാവൻകൂർ കഴിഞ്ഞു, ഇനി ഒന്നേ ബാക്കിയുള്ളൂ, കൊച്ചി. നമുക്ക് നോക്കാം. Hence, a majority of the tenants in Travancore became landowners, at least in name. In return, they were compelled to pay a huge amount of tax to the government. അതായത് കുടിയാന്മാർക്ക് ഇങ്ങനെ ഭൂമിയുടെ മേൽ ഉടമാവകാശം കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന് പകരമായിട്ട് കുടിയാന്മാർ എന്ത് ചെയ്യണം? വലിയ തുക ടാക്സ് ആയിട്ട്, ഒരു ഹ്യൂജ് എമൗണ്ട്, നികുതിയായിട്ടൊരു വലിയ തുക അവർ സർക്കാരിലേക്ക് അടയ്ക്കണമായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എങ്കിലും ഉടമാവകാശം കിട്ടി എന്നതാണ് പ്രധാനം. Okay, in short, the tenants in Travancore also suffered a lot due to the tax burden. അങ്ങനെ തിരുവിതാംകൂറിലെ കർഷകർക്ക് വലിയൊരു ടാക്സ് ബേർഡൻ അവിടെ ഉണ്ടായി. എന്തായാലും ഈ ഒരു നമുക്ക് അതല്ല ഓർക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഓക്കെ, ഈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി ബാക്കിയുള്ളത് കൊച്ചിയാണ്. കൊച്ചിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പോയിന്റ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഇൻ കൊച്ചി, ദി ടെനൻസി ആക്ട് ഓർ കുടിയായ്മ നിയമം വാസ് ഇനാക്റ്റഡ് ഇൻ 1914. 1914 കൊച്ചിയിലും ഒരു നിയമം പാസ്സാക്കി. ആ നിയമത്തിന്റെ പേരാണ് ടെനൻസി ആക്ട്. ഓക്കെ, കുടിയായ്മ നിയമം, ടെനൻസി ആക്ട് എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുടിയായ്മ നിയമം പാസ്സാക്കി. അതോടുകൂടി കൊച്ചിയിലും ടെനൻസിന്, കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ മേൽ ഉടമാവകാശം കിട്ടി, പേരിനെങ്കിലും. നേരത്തെ പറഞ്ഞതുപോലെ അതിന് പകരമായിട്ട് ഒരു വലിയ ടാക്സ് ബേർഡൻ അവർക്കുണ്ടായിരുന്നു, വലിയ നികുതി അവർ ഗവൺമെന്റിലേക്ക് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഭൂമിയുടെ ഓണർഷിപ്പും ലാൻഡ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് ടെനൻസിന് ഭൂമിയുടെ ഉടമാവകാശം കിട്ടാൻ കാരണമായ ചില നിയമങ്ങൾ. അതിൽ മലബാറിൽ പറയുകയാണെങ്കിൽ മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. ട്രാവൻകൂർ പറയുകയാണെങ്കിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം ഓഫ് 1865 ആൻഡ് ദി ജന്മി കുടിയാൻ ആക്ട് ഓഫ് 1896. കൊച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ടെനൻസി ആക്ട് ഓർ കുടിയായ്മ നിയമം ഓഫ് 1914. അക്കാര്യം തന്നെയാണ് ഇവിടെയും താഴെ ബോക്സിൽ പറയുന്നത്. ട്രാവൻകൂർ 1865 പണ്ടാരപ്പാട്ട വിളംബരം. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ പോയിന്റ് ആണ് ട്രാവൻകൂറിൽ തന്നെ ഏത് വരുന്നുണ്ട്? ദി ജന്മി കുടിയാൻ ആക്ട് ഓഫ് 1896. ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം മാത്രമല്ല, ജന്മി കുടിയാൻ നിയമം, ജന്മി കുടിയാൻ ആക്ട് ഓഫ് 1896. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റിന്റെ അടുത്ത് തന്നെ നമ്മളൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബോക്സ് മാത്രം നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ 1914 കുടിയായ്മ നിയമം, ടെനൻസി ആക്ട്. മലബാറിലാണെങ്കിൽ 1929 മലബാർ കുടിയായ്മ നിയമം. ഓക്കെ, മലബാർ കുടിയായ്മ നിയമം, മലബാർ ടെനൻസ് ആക്ട്. അതിന്റെ മലയാളമാണ് ഇവിടെ കൊടുത്തത്, മലബാർ കുടിയായ്മ നിയമം. ഏതെഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ,
അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.